നമസ്കാരം. ഹായ്. നമ്മൾ സാധാരണ ഒരാളെ പുറത്ത് മീറ്റ് ചെയ്യാണ്, നമുക്ക് പരിചയമുള്ള ഒരാൾ. നമ്മൾ എന്താ അവരുടെ അടുത്ത് ആദ്യം സംസാരിക്കുക? ഹായ്, സുഖമല്ലേ നിനക്ക്? പക്ഷേ കുറച്ച് നാളുകളായിട്ട് എന്നെ കാണുമ്പം എനിക്ക് പരിചയമുള്ളവർ സംസാരിക്കുന്നത് അങ്ങനെയല്ല. ആ സ്നേഹ, തിന്ന് തിന്ന് തടിച്ചല്ല. എന്താ എന്നെ കാണുമ്പേ അവർക്ക് ഭയങ്കര വിഷമാണ്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കില്ലാത്ത വിഷമം എന്തിനാണ് നിങ്ങൾക്ക്? എന്ത് കഷ്ടമാണത്. ഞാൻ അവരുടെ ചോറ്റുപാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന ഒരു എഫക്റ്റ് അങ്ങനെ തോന്നും നമുക്ക്. നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മളെ ഇഷ്ടത്തിന്. പിന്നെ ഈ കടകളൊക്കെ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത്? ഹോണസ്റ്റ്ലി പറയണം, ഞാൻ ഒരു ഫുഡിയാണ് ആൻഡ് ഐ ലവ് ടു ട്രൈ ന്യൂ ഡിഷസ്. അതെന്തോ ആവട്ടെ, ഏത് വെറൈറ്റി ഫുഡും എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിപ്പോയി. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അത് കൂടും കുറയും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്നെക്കാളും പ്രശ്നം മറ്റുള്ളവർക്കാണ്. അതാണ് എൻ്റെ പ്രശ്നം ഇപ്പോഴത്തെ. എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. കാരണം ഇത് നിങ്ങളെ അച്ഛൻ്റെയോ അല്ലാതെ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങുന്നതൊന്നല്ലല്ലോ. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ കയ്യിലെ പൈസയും കൊണ്ട് ഞാൻ വാങ്ങുന്ന ഫുഡ് അത് ഞാൻ കഴിക്കും. അപ്പോൾ ഞാൻ തടി വെക്കും. പക്ഷെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യും. ഞാൻ പിന്നെ പഴയ പോലെ ആവും. ഇത് എൻ്റെ മൈൻഡാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യും. നിങ്ങളതൊന്നും ആലോചിച്ച് വിഷമിക്കട്ടെ കേട്ടാ. എനിക്ക് മാത്രമേ അനുഭവമുള്ളൂ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേറൊരു കാര്യം, ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് തടി വെച്ചതെന്നുള്ള ഒന്നാമത്തെ കാര്യം. പക്ഷേ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്കറിയണം. എസ്പെഷ്യലി ഗേൾസിനെ നമ്മൾ കളിയാക്കുന്ന സമയത്ത് ഒരു ഗേളിന് ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നതിന് പല റീസൺസ് ഉണ്ടാവും. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, ഒരുപാട് കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ നിങ്ങൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ അത് നന്നായിട്ട് അവരെ എഫക്റ്റ് ചെയ്യും. അറിയുന്നവർക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ആ കുട്ടിയാണ് അനുഭവിക്കുന്നത്. അത് പേഴ്സണലി അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഈ പറയുന്നവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഈ പറയുന്നവർക്ക് മനസ്സിലാവാത്തത് നല്ല കേട്ടോ. ഈ പറയുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്നാലും മറ്റുള്ളവർ എങ്ങനെ ഒന്ന് പറയുമ്പോൾ കിട്ടണ ഒരു സുഖം അതവർക്ക് കളയാൻ വയ്യ അല്ലേ? അങ്ങോട്ട് കൊല്ലാൻ തോന്നുന്നു. എനിക്ക് തന്തൊക്കെ വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട വെച്ച് ഞാൻ ചിരിച്ചോണ്ട് കേൾക്കുമ്പോൾ. പക്ഷെ ഞാൻ ഉള്ളിൽ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് കേട്ടോ. എന്താണ് എന്നെ അടുത്ത് ഇങ്ങനെ പറയണത്? ഇവർക്കെന്തോ ഒരു സെൻസ് ഇല്ല. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മളതിനനുസരിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്നെ പോലെ ഇതുപോലെ ആരെങ്കിലും വന്ന് സംസാരിച്ചിട്ട് ഫീൽ ആവുന്നവരുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ചിരിച്ചോണ്ട് കേൾക്കുക. എന്നിട്ട് ഉള്ളിൽ നിന്റെ തന്നിട്ട് പൈസ അല്ലല്ലോ എൻ്റെ അല്ലേ എന്ന് മനസ്സിൽ പറയണം. നേരിട്ട് പറയരുത് കേട്ടോ. ബൈ.